ഗായകൻ ഹിഷാം കൂടി ചേരുന്നുണ്ട്. താങ്കൾ അറിഞ്ഞു കാണും ഈ വിയോഗ വാർത്ത. ഏത് രീതിയിൽ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ ഈ ഒരു സമയത്ത്? ഭയങ്കര ഷോക്കിംഗ് ആണ്. ഇപ്പം ആക്ച്വലി ന്യൂസ് അറിയുന്ന സമയത്ത് മാമിന്റെ അത്രയും പാട്ടുകളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. എന്താ പറയാ, 2 ഗ്രാമി നോമിനേഷൻസ് ഇന്ത്യയിലേക്കൊക്കെ കൊണ്ടുവന്ന ഒരു ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇൻസ്പയറിംഗ് മ്യൂസീഷ്യൻസ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി വിഷമമുണ്ട്. എന്താ പറയാ, ഒന്നും വാക്കുകളില്ല പറയാനായിട്ട്. നമ്മുടെയൊക്കെ ഒരു തലമുറ ആ പാട്ടുകൾ കേട്ട് വളർന്നൊരു തലമുറ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആകണം അവരുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആശാ ഭോസ്ലെ അന്തരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊക്കെ നിറയുന്ന ആ ഒരു വിങ്ങൽ, അതുകൊണ്ടാണ് നമ്മൾ ഒരു കാലഘട്ടം അവരിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. അവർ പാടി പതിഞ്ഞു വെച്ച പാട്ടുകൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിച്ചു പോയത് കൊണ്ടുകൂടിയാണ് അല്ലേ ഹിഷാം? അതെ തീർച്ചയായിട്ടും. കാരണം പല ഭാഷകളിലും മാം പാടിയിട്ടുണ്ട്. റഹ്മാൻ സാറിന് പാടിയിട്ടുണ്ട്, രാജാ സാറിന് പാടിയിട്ടുണ്ട്, അലിപായുടെ എത്രയോ സിനിമകളിൽ പാടിയിട്ടുണ്ട്, രംഗീല. അപ്പൊ ഞാൻ എന്താ പറയാ, കേട്ട് വളർന്നിട്ടുള്ളത് മാമിന്റെ പാട്ട് ഇല്ലാത്ത ഒരു ആൽബം പോലും ഉണ്ടാവത്തില്ല. അപ്പം തീർച്ചയായിട്ടും ഈ വിയോഗത്തില് നമ്മുടെ വിഷമം പങ്കുചേർക്കുന്നു. അവരുടെ ഫാമിലിക്ക് ഈ ഒരു നിമിഷത്തില് ഇത് എന്താ പറയാ, ഈ ഒരു ഫേസ് പാസ് ചെയ്ത് പോകാനുള്ള എല്ലാ ശക്തിയും ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാൻ പറ്റുക. ശരി, ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് സംഗീത സംവിധായകൻ ഗായകൻ കൂടിയായ ഹിഷാമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവച്ചത്.